ഇന്ന് നമ്മൾ കശിത എംബ്രോയിഡറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എംബ്രോയിഡറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എംബ്രോയിഡറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഡിസൈൻ ട്രേസ് ചെയ്യണം. അപ്പോൾ എംബ്രോയിഡറി ഡിസൈൻ ഞാൻ ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈനാണ് തുണിയിലോട്ട് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തുണിയുടെ മുകളിലായിട്ട് ട്രേസിങ് പേപ്പർ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഡിസൈൻ വരച്ച പേപ്പറും വെച്ചു. ഇനി ഈ ഡിസൈനിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചെറുതായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ ഇത് ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഡാർക്കാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോയിൽ ശരിക്ക് ട്രേസ് ചെയ്ത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിതിൻ്റെ പുറത്തോടെ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഡാർക്കാക്കി കൊടുത്ത്. ഇപ്പോൾ ഡിസൈൻ നല്ലപോലെ കാണാമല്ലോ അല്ലേ? ഇനി നമുക്ക് എംബ്രോയിഡറി ഫ്രെയിം ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ സൈസ് ഫ്രെയിമാണ് ഇടാൻ പോകുന്നത്. ഇതുപോലെ ലോക്കുള്ള ഭാഗം മേളിൽ കൊണ്ടുവരണം. ലോക്കില്ലാത്ത റിങ് തുണിയുടെ താഴെ വരണ്ട. ഇതുപോലെ ഫ്രെയിം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ലോക്ക് ഉണ്ടല്ലോ, ഈ സ്ക്രൂ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ഫ്രെയിം ടൈറ്റ് ആയിക്കോളും. അത് കഴിഞ്ഞ് തുണി ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് എംബ്രോയിഡറി ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇനി ഈ ഡിസൈൻ മൊത്തം നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 കളറാണ് എടുത്തേക്കുന്നത്. ഈ കളറ് ഞാൻ ഔട്ട്ലൈനിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. യെല്ലോ കളർ അകത്ത് ഫില്ലിംഗ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ 2 ത്രെഡിൻ്റെയും 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് ഞാൻ എംബ്രോയിഡറി യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഔട്ട്ലൈൻ ആയിട്ടുള്ള ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർക്കിളിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നൂല് 6 സ്ട്രാൻഡ്സും എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ എംബ്രോയിഡറി ചെയ്യാൻ. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഡിസൈൻ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ ഒരു തവണ നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു തവണയും കൂടെ ഈ കളർ വെച്ച് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഔട്ട്ലൈനും ചെയ്ത് കഴിഞ്ഞു. ഇനി താഴത്തെ ഈ ഡിസൈനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ 3 പെറ്റൽസാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം ഇതുപോലെ സർക്കിളിൽ ചെയ്ത പോലെ തന്നെ 2 തവണ ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഔട്ട്ലൈൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ ത്രെഡാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ 6 strands ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ സർക്കിൾ മൊത്തം ചെയിൻ സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 3 പെറ്റൽസും ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഡിസൈൻ മൊത്തം ചെയിൻ സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഡിസൈൻ നല്ല വലുതായിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ചെറിയ മോട്ടീവായിട്ട് ചെയ്യാം. നമുക്ക് ഡിസൈൻ്റെ സൈസ് നല്ലപോലെ കുറച്ച് ചെയ്ത് ഓൾ ഓവർ എംബ്രോയ്ഡറി ആയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.